ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ ഇതായിരുന്നു എന്റെ ഏട്ടനും എന്റെ അമ്മായിയപ്പനും കൂടിയുള്ള ധാരണ ഒപ്പിട്ടത് അല്ലേ? എന്ത്? അച്ഛനെയും അമ്മയും വേർപിരിക്കാൻ. പ്രകാശേട്ടൻ ആ പാവ അച്ഛനോടും അമ്മയോടും പറയുന്നത് ഞാൻ കേട്ടു. ഇനിയും ബാധ്യത ചുമക്കാൻ വയ്യാന്ന്. ചുമന്നതിന്റെ കഥ ആ അമ്മ പറയാൻ തുടങ്ങിയ ഈ ഭൂമി പിളർന്ന് അകത്ത് പോവും നിങ്ങള്. നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ വരവനുസരിച്ച് ബാധ്യതകൾ കുറച്ചുകൊണ്ട് വന്നേ പറ്റൂ. തൽക്കാലം കുറയ്ക്കാൻ പറ്റിയ ബാധ്യത അച്ഛന്റെ അമ്മയുടെ ചെലവാ. നിന്റെ അമ്മായച്ചൻ കുറിപ്പ് വന്നതേ മനോജിന് അവകാശപ്പെട്ട പണം അവന് കൊടുക്കണമെന്ന് പറയാനാ. ഇല്ലെങ്കിലേ മൂക്കില് പഞ്ഞി വെച്ച് എന്നെ ഇവിടെ പുതപ്പിച്ച് കിടത്തുന്ന് പറഞ്ഞിട്ടാ അയാൾ ഇവിടുന്ന് പോയത്. എന്താ നിനക്കാ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റോ? മനോജിന് കൊടുക്കാനുള്ള പണം നീ കൊടുക്കോ? പറ്റില്ല അല്ലടി. എനിക്കേ ഒരു കുഞ്ഞുണ്ട്, അവനെ എനിക്ക് പഠിപ്പിക്കണം. പഠിപ്പിച്ച് വലിയ ആളാക്കണം. അതിനെ പണം വേണം. പ്രകാശേട്ടന്റെ മോൻ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. അവൻ ഇതിലും വലിയൊരു പ്രകാശേട്ടനായിട്ട് തന്തയുടെയും തള്ളയുടെയും ഭാരത്തിന്റെ കണക്ക് പറയും. ഇപ്പൊ ആ പൂജാമുറിയിൽ പരസ്പരം തകർന്നിരിക്കുന്നില്ലേ? അവരുടെ കണ്ണിൽ നിന്ന് ഉതിരുന്നതേ കണ്ണുനീരല്ല. ഈ കണ്ണീന്ന് വരാൻ പോകുന്നത് രക്തക്കണ്ണീരാ. ഇതൊരു കൂടപ്പറപ്പിന്റെ ശാപമായിട്ട് കൂട്ടിക്കും. നിന്റെ കയ്യിൽ പണമുണ്ടോ? എങ്കിൽ താ. ഞാൻ എന്റെ ബാധ്യത തീർത്ത് ആ കിളവനെയും കിളവിയെ പൊന്നുപോലെ നോക്കിക്കോളാം. ഇല്ലെങ്കിലേ കിടന്ന് ചിലക്കാതെ ഇറങ്ങി പൊടി. ഒന്നിക്ക്. അച്ഛനും അമ്മയും ചേട്ടനും ബാധ്യതയാണെന്ന് പറഞ്ഞില്ലേ? ഒരു പഴയ കഥയുണ്ട്. ചേട്ടൻ കുട്ടിയായിരിക്കുമ്പോഴുള്ള കഥ. അച്ഛമ്മ പറഞ്ഞുള്ള അറിവാ. മഞ്ഞപ്പിത്തം പിടിച്ച് ആശുപത്രിയിൽ എത്തിച്ച പ്രകാശേട്ടനെ ഡോക്ടർമാര് പോലും കൈ ഒഴിഞ്ഞു എന്നുള്ള അവസ്ഥയായപ്പോ മരുന്നിനും ഇഞ്ചക്ഷനുകൾക്കൊക്കെ തീ പിടിച്ച് വിലയായിരുന്നു ആ സമയത്ത്. അമ്മയുടെ കഴുത്തിലെ കെട്ടിത്താലി പണയം വെച്ച അമ്മയും അച്ഛനും പ്രകാശേട്ടന്റെ ജീവൻ രക്ഷിച്ചത്. അന്നേ അവര് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും പിരിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഈ പ്രകാശേട്ടൻ ഉണ്ടാവുമായിരുന്നില്ല. 10 മാസം വയറ്റിൽ ചുമന്ന അമ്മയേക്കാൾ വലുതല്ല പ്രകാശേട്ടൻ മറ്റൊന്നും. ജീവിതകാലം മുഴുവൻ നിങ്ങളെ നെഞ്ചിലേറ്റ് നടന്ന അച്ഛനേക്കാൾ വലുതല്ല ഈ ഭൂമിയിൽ ആരും. ആ അച്ഛനെയും അമ്മയാണ് നിങ്ങൾ പിരിക്കാൻ പോകുന്നത്. ഒന്നോർത്തോ, നിങ്ങളൊരു അച്ഛനാ. കർമ്മ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. സൂക്ഷിച്ചോ. മാനത്തെ കൊട്ടാരം